സോ നമുക്ക് അറിയാം, മനുഷ്യൻ രാശിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിപ്ലവമായിരുന്നു മെറ്റൽസിൻ്റെ കണ്ടെത്തൽ. കാരണം അവരുടെ പല കാര്യങ്ങളും എളുപ്പമായി മാറി. നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ പറ്റിയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ലോഹങ്ങളുടെ കണ്ടെത്തൽ മനുഷ്യരാശിയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ ലോഹങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു എക്സാമ്പിളിലൂടെയാണ് ഈ ചാപ്റ്ററിനെ കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഈ എക്സാമ്പിളുകൾ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിൽ ലോഹങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുക, അതിൻ്റെ കൂടെ ചില ആൾക്കാരും കൂടി ഉണ്ടാവും. മെറ്റൽസ് എക്സിസ്റ്റ് അറ്റ്സ് എ കോമ്പൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അങ്ങനെയുള്ള ആ എർത്ത് ക്രസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മെറ്റൽസുകളെല്ലാം ഒറ്റയ്ക്കല്ല നിൽക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുക. അങ്ങനെ നമ്മുടെ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും അടിയിലാണ്. അങ്ങനെ ഏറ്റവും അടിയിൽ എർത്ത് ക്രസ്റ്റിൽ അങ്ങനെ മെറ്റൽസ് ചില വസ്തുക്കളുടെ കൂടെ, ചില പദാർത്ഥങ്ങളുടെ കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? മിനറൽ. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയും? ധാതു. എന്താണ്? ധാതു. അങ്ങനെയുള്ള ഈ മിനറൽസിൽ എന്തുണ്ട്? ഈ മിനറൽസിൽ നമുക്ക് വേണ്ട മെറ്റൽ ഉണ്ടാവും. ആ മിനറലിൽ നിന്നാണ് നമ്മൾ ആരെ എടുക്കുക? നമുക്ക് വേണ്ട മെറ്റലിനെ എടുക്കുക. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ആണ്. നമ്മൾ ആരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ മെറ്റൽസിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമി, എർത്തിൻ്റെ ക്രസ്റ്റ്, അതായത് ഏറ്റവും അടിഭാഗത്ത്. നമ്മളൊക്കെ നിൽക്കുന്നത് ഈ ടോപ്പിലാണ്. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് എർത്ത് ക്രസ്റ്റിൽ മെറ്റൽസ് ചില വസ്തുക്കളുടെ കൂടെ ഒരു കോമ്പൗണ്ടായിട്ടാണ് നിൽക്കുക. അതിൻ്റെ പേരാണ് എന്ത്? മിനറൽസ്. അപ്പോൾ ആ മിനറൽസിൽ ആരുണ്ടാവും? മെറ്റൽസ് ഉണ്ടാവും. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനറൽസിൽ നിന്ന് മെറ്റൽസിനെ നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ ആണോ? അങ്ങനെയുള്ള മിനറൽസിൻ്റെ എക്സാമ്പിളാണ് ഈ 3 എക്സാമ്പിൾ: Al2O3 2H2O, Na3 AlF6, Al2O3 2SiO2 2H2O. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകം. ഈ 3 എക്സാമ്പിളിലും ആരാണ് കോമൺ? അലൂമിനിയമാണ് കോമൺ ആയിട്ടുള്ള വ്യക്തി. അപ്പം ഇത് 3ലും അടങ്ങിയിരിക്കുന്ന മെറ്റൽ ആരാണ്? അലൂമിനിയമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് 3ഉം എന്തിന് എക്സാമ്പിളാണ്? മിനറലിന് എക്സാമ്പിളാണ്. അപ്പം ഇത് ഏത് മെറ്റലിൻ്റെ മിനറലാണ് അല്ലെങ്കിൽ ധാതുവാണ്? അലൂമിനിയത്തിൻ്റെയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാമത്തെ ആളുടെ പേര് Al2O3 2H2O എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ മിനറൽ അഥവാ ധാതുവിൻ്റെ പേരാണ് ബോക്സൈറ്റ്. രണ്ടാമത്തെ ആളുടെ പേരാണ് ക്രയോലൈറ്റ്. ആൻഡ് തേർഡ് വൺ എന്താണ്? ക്ലേ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, എർത്ത് ക്രസ്റ്റിൽ മെറ്റലിൻ്റെ കൂടെ മിനറലായി നിൽക്കുമ്പോൾ മെറ്റൽ മാത്രമല്ല വേറെ ചില വസ്തുക്കളും കൂടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ അലൂമിനിയത്തിൻ്റെ ഈ മിനറലിൽ അലൂമിനിയത്തിൻ്റെ കൂടെ ആരുണ്ട്? സോഡിയം ഉണ്ട്. ഇനി ഈ കേസിലോ സിലിക്കൺ ഉണ്ട് അല്ലേ? SiO2 കൂടെ ഉണ്ട്. ഇവിടെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്രസ്റ്റിൽ മെറ്റൽ കോമ്പൗണ്ട്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഫോമിനെ പറയുന്ന പേരാണ് അഥവാ ധാതു. ഓക്കെ ആണോ? ഇനി എൻ്റെ അടുത്ത ചോദ്യം, എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ?
ഇതൊരു വലിയൊരു ചോദ്യമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ഷുവറായിട്ടും പറയാം, എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് ആരെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല, ആരെ വേർതിരിക്കാൻ പറ്റൂല? മെറ്റൽസിനെ, ലോഹങ്ങളെ വേർതിരിക്കാൻ പറ്റില്ല. ഈ 3 മിനറലിൽ നിന്നും നമുക്ക് ഒറ്റൊന്നിനിൽ നിന്നും മാത്രമാണ് വ്യക്തമായും ചീപ്പായിട്ടും എക്കണോമിക്കായിട്ടും ഈസിലി ആയിട്ടും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. ആർക്കെങ്കിലും അറിയോ? ഈ 3 എക്സാമ്പിളിൽ ബോക്സൈറ്റ് ആണ് അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിളും ചീപ്പും ഈസിലി. അപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ പേജിൽ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്കാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു മെറ്റൽ മിനറലിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും ആ മിനറലിന് വേണ്ടതെന്ന്. അപ്പം നമ്മൾ പറയാം, ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടായിരിക്കണം ആ എക്സ്ട്രാക്ഷൻ. 2ാമത്തത് എളുപ്പം എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. 3rd വൺ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സ്ട്രാക്ഷനിലുള്ള ആ കോമ്പൗണ്ടിൽ നല്ലോണം ആര് വേണം? നമ്മുടെ അലൂമിനിയം അഥവാ നമുക്ക് എന്ത് മെറ്റലാണോ വേണ്ടത് അത് നല്ല ഉഷാറായിട്ട് വേണം. അപ്പോൾ ഈ 3 പോയിന്റ് ശ്രദ്ധിക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടി ഉണ്ട്. ഏത് മിനറലിൽ നിന്നാണോ, ശ്രദ്ധിക്കണം, ഏത് മിനറലിൽ നിന്നാണോ ചീപ്പായിട്ട്, ഏതൊക്കെയാണ് നമ്മളെ പോയിന്റ്? ചീപ്പായിട്ട്, ഈസിലി, അതേമാതിരി തന്നെ ഏറ്റവും മെറ്റൽ അടങ്ങിയിരിക്കുന്നത്, മെറ്റലിൻ്റെ പേഴ്സൻറ്റേജ് അടങ്ങിയിരിക്കുന്നത്, ഈ 3 ഘടകങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആ മിനറൽ, നമ്മളെ അലൂമിനിയത്തിൻ്റെ കേസിൽ ആരായിരുന്നു? ബോക്സൈറ്റ് ആയിരുന്നു. ആ മിനറലിന് നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? അയിര് അഥവാ ഓർ എന്നാണ് പറയുക. അപ്പം നമ്മൾ സെൻറ്റൻസ് ഒക്കെ എങ്ങനെയാണ്? ദ മിനറൽ ഫ്രം വിച്ച് ദ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്ട് ഈസിലി, എക്കണോമിക്കലി, ആൻഡ് ദാറ്റ് മിനറൽ കണ്ടെയ്ൻസ് മോർ പെർസെൻറ്റേജ് ഓഫ് മെറ്റൽ. അങ്ങനെ ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് സുഖകരമായി മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക, ആ മിനറലിൻ്റെ പേരാണ് ഓർ അഥവാ അയിര്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസിൽ അലൂമിനിയത്തിൻ്റെ ഓർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബോക്സൈറ്റ് ആണ്. എന്നാൽ അലൂമിനിയത്തിന് 3 മിനറലുണ്ട്, 3 ധാതുവുണ്ട്. ആരൊക്കെയാണ്? ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, ക്ലേ ഉണ്ട്. ഒരു കൊല്ലം ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ശ്രദ്ധിക്കണം, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ മിനറൽ ആർ നോട്ട് ഓർ. എല്ലാ ധാതുക്കളും അയിര് അല്ല. എന്നാൽ ഓൾ ആർ മിനറൽ. എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. മിനറലിലെ ഏതോ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ആര്? ഓറ്. പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റൂല? എല്ലാ മിനറലുകളും എന്തല്ല? ഓറല്ല. എന്നാൽ എല്ലാ ഓറും എന്താണ്? മിനറലാണ്. ഈ ഓറുകൾ എന്ന് പറയുന്നത് ഒരു മെറ്റലിനെ നമുക്ക് എളുപ്പകരമായിട്ടും ഏറ്റവും ചെലവ് കുറഞ്ഞും നമുക്ക് മെറ്റലിനെ മിനറലിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നവയാണ് ആര്? ഓറ്. സോ എല്ലാ ഓറുകളും മിനറലാണ്. എന്നാൽ എല്ലാ മിനറലുകളും എന്തല്ല? ഓറല്ല. സോ നമ്മൾ തൊട്ട് മുന്നത്തെ ആ ഭാഗത്ത് എന്താണ് ഓറ്, എന്താണ് മിനറൽ എന്ന് പഠിച്ചു. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഓർ എന്ന് പറഞ്ഞാൽ
മിനറൽസിലെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആ കാരണത്താൽ നമുക്ക് പറയാൻ പറ്റും ഓൾ മിനറൽസ് ആർ നോട്ട് ഓർ ബട്ട് ഓർ ആർ മിനറൽ. എല്ലാ അയിരും ധാതുക്കളാണ്. ആ പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി പേജ് നമ്പർ 63 ഒരു കോളുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട മെറ്റൽസിൻ്റെ ഓറുകൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് നമ്മുടെ മെറ്റൽ, ഇത് നമ്മുടെ എന്താണ് ഓറാണ്. അപ്പോൾ എന്താണ് ഓറ്? മിനറൽസിൽ നിന്നും ഏറ്റവും എളുപ്പവും ഏറ്റവും ചീപ്പായിട്ടും നമുക്ക് മെറ്റൽസിനെ വേർതിരിക്കാൻ പറ്റുന്നവയാണ് ആര്? ഓർ. സോ അലൂമിനിയത്തിൻ്റെ ആരാണ്? ബോക്സൈറ്റ് ആണ്. അയണിൻ്റെത് ആരാണ്? ഹെമറ്റൈറ്റ് ആണ്. കോപ്പറിൻ്റെത് കോപ്പർപ്രൈറ്റ് ആണ്. സിങ്കിൻ്റെത് കലാമിനാണ്. സോ ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പേജ് നമ്പർ 63 മറക്കണ്ട. ഇനി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എങ്ങനെയാണ് ഒരു മെറ്റലിനെ എവിടെ തരംതിരിക്കുക? നമ്മുടെ അയിരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക. അതൊരു 3 പ്രോസസ്സിലൂടെയാണ് കടന്നു പോവുക. ഞാൻ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് ഒരു അയിരിൽ നിന്നും മെറ്റലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു 3 പ്രോസസ്സാണ്. ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ പേരാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനിൽ മലയാളത്തിൽ നമ്മളെങ്ങനെ പറയുക അറിയോ? ലോഹത്തെ സാന്ദ്രീകരിക്കുക. രണ്ടാമത്തതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. ലോഹത്തെ നമ്മൾ വേർതിരിക്കുക. തേർഡ് വണ്ണാണ് റിഫൈനിങ്. ലോഹത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. സാന്ദ്രീകരിക്കുക, വേർതിരിക്കുക, ശുദ്ധീകരിക്കുക. അപ്പോൾ ഈ 3 പ്രോസസ്സ്, ഫസ്റ്റ് പ്രോസസ്സ്, സെക്കൻഡ് പ്രോസസ്സ്, തേർഡ് പ്രോസസ്സ്, ഈ 3 പ്രോസസ്സിലൂടെ പോയാൽ മാത്രമാണ് ഒരു അയിര് എന്തായി മാറുക? നമ്മുടെ പ്യുവർ മെറ്റലായി മാറുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മെറ്റലാണ്. അപ്പോൾ ഈ 3 പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? പ്യുവർ മെറ്റൽ കിട്ടുക. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഒരു മെറ്റലിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റുക എവിടുന്ന്? ഓർന്ന്. 3 പ്രോസസ്സാണ് വന്നത്. അതിൽ ഒന്നാമത്തെ പ്രോസസ്സിന് നമ്മൾ സെപ്പറേറ്റ് പഠിക്കാൻ പോവുകയാണ്. പേരെന്ത് ചെയ്യുന്നു? സാന്ദ്രീകരണം അല്ലേ? പേരെന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. നമ്മൾ സാന്ദ്രീകരണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു മെത്തേഡ്, കുറേ മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ ഓരോന്നും ഓരോ മെത്തേഡുകളാണ്. ഓരോ മെത്തേഡുകളാണ്. അപ്പോൾ നമ്മുടെ മെറ്റലിന് അനുസരിച്ചിട്ട് ആ പ്രോസസ്സുകൾ മാറും. പക്ഷേ എത്രയായാലും ഇത് കടന്നേ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് ലെവിഗേഷൻ ആണ്. അതിന് മലയാളത്തിൽ നമ്മൾ പറയുക ജലപ്രവാഹത്തിൽ കഴുകുക. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും ഇല്ലേ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റലും ഉണ്ടാവും, ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇമ്പ്യൂരിറ്റി എന്താ മക്കളെ? അശുദ്ധ വസ്തുക്കൾ അല്ലേ? നമുക്ക് കിട്ടേണ്ട ആരെയാണ്? പ്യുവറായിട്ടുള്ള മെറ്റലിനെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അശുദ്ധ വസ്തുക്കളായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് കളയണം. അപ്പോൾ ലെവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജലപ്രവാഹത്തിൽ കഴുകുക എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു കഴുകുമ്പോൾ നമ്മുടെ മെറ്റൽസ് സ്ട്രോങ് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല ഹെവി ആയിരിക്കും. എന്നാൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് വീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് നല്ല വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ വെയിറ്റ് കുറഞ്ഞ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് സുഖമായിട്ട് തരംതിരിക്കാൻ പറ്റും. ആ പ്രോസസ്സാണ് ലെവിഗേഷൻ. നമ്മൾ മലയാളത്തിൽ പറയും ജലപ്രവാഹത്തിൽ കഴുകുക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ പ്രോസസ്സാണ് ഫ്ലോട്ടേഷൻ, പ്രവന പ്രക്രിയ. അപ്പോൾ ഈ പ്രോസസ്സിൽ നേരെ ഓപ്പോസിറ്റാണ്.
ആരുടെ ലെവിഗേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ. അവിടെ നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിരിക്കും എന്ത്, നല്ല ഹെവി ആയിട്ടുള്ള വസ്തു. അപ്പം നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള വസ്തു. അപ്പം നമ്മളെ പ്യുവറായിട്ടുള്ള ആളെന്തായിരിക്കും, വീക്ക് വെയിറ്റ് ആയിരിക്കും, ലൈറ്റർ പാർട്ടിക്കിൾ ആയിരിക്കും. അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ വരുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് സൾഫൈഡ് ഓറുകളാണ്. ആരാണ്? സൾഫൈഡ് ഓറുകളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സൾഫൈഡാണ്. ഇനി മൂന്നാമത്തെ ഒരു ടെക്നിക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്നതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വിഭജനം. കാന്തിക വിഭജനത്തിൽ സിമ്പിളാണ്, ഏറ്റവും സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ നമ്മളതിൽ ആരൊക്കെ ഉണ്ട്? മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്, അശുദ്ധ വസ്തുക്കളും ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മെറ്റലും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സെപ്പറേഷനിൽ ഒന്നെങ്കിൽ നമ്മുടെ മെറ്റലിന് എന്തുണ്ടാവും, കാന്തിക സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കുണ്ടാവും, ഇമ്പ്യൂരിറ്റിക്ക് ഉണ്ടാവും. ഒന്നെങ്കിൽ മെറ്റലിനുണ്ടാവും, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒന്നെങ്കിൽ ഇമ്പ്യൂരിറ്റി, അപ്പോൾ ഇമ്പ്യൂരിറ്റി എങ്ങോട്ട് വരും, മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ ആര് മാറി നിൽക്കുന്നുണ്ടാവും, നമ്മുടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിരിക്കും കാന്തിക സ്വഭാവമുള്ള ആൾ. അപ്പോൾ ഇമ്പ്യൂരിറ്റി എങ്ങോട്ട് വരും, മാഗ്നറ്റിക്ക് വരും. ആരവിടെ ബാക്കി ഉണ്ടാവും, മെറ്റൽ ഉണ്ടാവും. അപ്പോൾ ടിന്നൊക്കെ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ ഇതിൽ വരുന്ന അവസാനത്തെ ആളാണ് ലീച്ചിങ്. ലീച്ചിങ് ലേശം ടഫ് പരിപാടിയാണ്. ലീച്ചിങ് ഒരു ചെയ്യുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റിൽ, ഒരു പക്ഷേ ഇതൊരു കെമിക്കലായിരിക്കും, ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ് കേട്ടോ, ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്, ഒരു രാസപ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് എന്ത് മെറ്റലിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓറിനെ നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കെമിക്കലിൽ ഡിസോൾവ് ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മളതിനെ കോൺസെൻട്രേഷന് വിധേയമാക്കുന്നത്. സോ 3, 4 ഓക്കെ അല്ലേ, ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഈ 4 എണ്ണമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രക്രിയകൾ. അത് ഓരോ മെറ്റലിന് അനുസരിച്ച് മാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അയൺ കാന്തിക സ്വഭാവം ഇടയ്ക്ക് കാട്ടാറുണ്ട്. പോട്ടെ, നമുക്ക് സൾഫൈഡ് എടുക്കാം. സൾഫൈഡിൻ്റെ ഓറാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്ന 3 പ്രക്രിയകളിൽ ഒന്നാമത്തെ പ്രക്രിയയിൽ പാളുന്നുണ്ടല്ലേ എൻ്റെ നാക്ക്, അത് കുഴപ്പമില്ല, ഈ പ്രക്രിയ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രക്രിയയിൽ സൾഫൈഡിൻ്റെ ഓറാണെങ്കിൽ നമ്മൾ ഈ 4 എണ്ണത്തിൽ ആരെ നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഇനി ടിന്നാണെങ്കിൽ നമ്മൾ ആരെടുക്കണം? ലീച്ചിങ് ആണോ? അല്ല, നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷനാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മെറ്റലിന് അനുസരിച്ചായിരിക്കണം ആരെ ചൂസ് ചെയ്യേണ്ടത്. ഈ 4 എണ്ണത്തിൽ ആരെയാണോ ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചു ഒരു മെറ്റലിനെ നല്ല പ്യുവറാക്കി മാറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 3 പ്രക്രിയയിലൂടെ പോകേണ്ടി വരും. അതിലൊന്നാമത്തെ പ്രക്രിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതിന് രണ്ടാമത്തെ പ്രക്രിയയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. നമ്മൾ മെറ്റലിനെ വേർതിരിക്കുന്ന രണ്ടാമത്തെ പ്രക്രിയയാണ്. അതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 പ്രോസസ്സിലെ രണ്ടാമത്തെ പ്രോസസ്സിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ 2 സ്റ്റെപ്പ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഫ്ലോട്ടേഷനും ലീച്ചിങ്ങും ചെയ്ത ആ കോൺസെൻട്രേറ്റഡ് ഓറില്ലേ, ആ കോൺസെൻട്രേറ്റഡ് ഓറ് സാന്ദ്രീകരണത്തിന് വിധേയമായിട്ടുള്ള ആ അയിരിനെ ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓക്സൈഡാക്കി മാറ്റണം. ഓക്സൈഡ്, ഇതാണ് അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഈ ഓക്സൈഡ് എന്തിന് വിധേയമാവണം?
റിഡക്ഷന് വിധേയമാവണം. ഇതാണ് 2 സ്റ്റെപ്പുകൾ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കോൺസെൻട്രേറ്റഡ് ഓർ കിട്ടിയതിന് നമ്മൾ എന്താക്കണം? ഓക്സൈഡുകളാക്കണം. അങ്ങനെ ഓക്സൈഡുകൾ ആക്കാനുള്ള 2 പ്രക്രിയയാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഇതിലേതെങ്കിലും ഒന്നേ പോവുള്ളൂ, കാൽസിനേഷനും റോസ്റ്റിങ്ങും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ 3 സ്റ്റെപ്പുകളിൽ 3 പ്രോസസ്സുകളുണ്ട് അല്ലേ? ആ 3 പ്രോസസ്സുകളിൽ രണ്ടാമത്തെ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ആ രണ്ടാമത്തെ പ്രോസസ്സിൽ 2 സ്റ്റെപ്പുകളുണ്ട്. ആ 2 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കണം, ആ ഓക്സൈഡിനെ പിന്നെ നമ്മൾ റിഡക്ഷന് വിധേയമാക്കണം. അതിൽ ആ ഓക്സൈഡ് ആക്കുന്ന പ്രോസസ്സ് 2 എണ്ണം ഉണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ് എന്ന്. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഓറിൻ്റെ കൂടെ ആരുണ്ടാവൂല? ഓക്സിജൻ ഉണ്ടാവൂല. റോസ്റ്റിംഗ് നമ്മൾ യൂട്യൂബിൽ കണ്ടില്ലേ, റോസ്റ്റിംഗ്. പക്ഷേ ഇവിടുത്തെ റോസ്റ്റിങ്ങിൽ ഓറിൻ്റെ കൂടെ ആര് വേണം? ഓക്സിജൻ വേണം. എന്നാൽ കാൽസിനേഷനിൽ ഓക്സിജന് ഇല്ല, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. പക്ഷേ റോസ്റ്റിങ്ങിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. പക്ഷേ കാൽസിനേഷനിൽ ആരില്ല? ഓക്സിജൻ ഇല്ല. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ കാൽസിനേഷൻ പഠിച്ച നമുക്ക് എന്ത് പറയാൻ പറ്റും? റോസ്റ്റിംഗ് പറയാൻ പറ്റും. റോസ്റ്റിംഗ് പഠിച്ച നമുക്ക് എന്ത് പറയാൻ പറ്റും? കാൽസിനേഷൻ പറയാൻ പറ്റും. സോ റോസ്റ്റിങ്ങിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. എന്നാൽ കാൽസിനേഷനിൽ ആരില്ല? ഓക്സിജൻ ഇല്ല. എന്നിട്ട് നമ്മൾ നല്ല കട്ട ചൂടിൽ അതിനെ നല്ലോണം ഹീറ്റ് ചെയ്യും. അതാണ് പ്രോസസ്സ് കാൽസിനേഷൻ. ആ കാൽസിനേഷനിൽ ആരില്ല? ഓക്സിജൻ ഇല്ല. മറന്നു പോകാൻ പാടില്ല, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ മെറ്റലിൽ കുറച്ചെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റി കളയാനുള്ള അവസാനത്തെ നമ്മുടെ പ്രോസസ്സാണ് റിഫൈനിങ്, ശുദ്ധീകരിക്കുക. അപ്പോൾ ഈ പ്രോസസ്സിൽ നമുക്ക് 3 ടെക്നിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ഏതാണോ മെറ്റലിന് സ്യൂട്ടബിൾ അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തതാണ് ലിക്വേഷൻ. അത് ടിന്നിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയും ഉരുക്കി വേർതിരിക്കുക. അപ്പോൾ ഉരുക്കി വേർതിരിക്കും, അതിൽ തന്നെ അർത്ഥമുണ്ട്. നല്ലോണം ചൂടാക്കുക. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? നല്ലോണം ഹീറ്റ് കൊടുക്കുക. അങ്ങനെ ഹീറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് റിഫൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ടിന്ന്. രണ്ടാമത്താണ് വേദനത്തിലൂടെ, ഡിസ്റ്റിലേഷനിലൂടെ നമ്മൾ റിഫൈൻ ചെയ്യുന്നത്, നമ്മൾ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സിങ്ക്. നമ്മൾ വേദനത്തിലൂടെ, വേദന എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ, ഡിസ്റ്റിലേഷനിലൂടെ, ബോയിലിംഗ് പോയിന്റിലേക്ക് ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ റിഫൈൻ ചെയ്യുന്നു. ഈ നമ്മുടെ അവസാനത്തതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. വൈദ്യുത വിശ്ലേഷണം വെച്ചിട്ട് നമ്മൾ റിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് കുറച്ച് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കൊരു സർക്യൂട്ട് വേണമല്ലേ. അപ്പോൾ അതിന് ഒരു ആനോഡ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്. അപ്പോൾ ആനോഡിൽ നമ്മൾ ആരെ വയ്ക്കും? ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ വയ്ക്കും. കാഥോഡിൽ പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ വയ്ക്കും. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ ഇംപ്യുവറിലാണ്, നെഗറ്റീവ് എവിടെയാണ്? അവിടെ നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് എവിടെയാണ്? പ്യുവറിലാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ആനോഡ് ഇംപ്യുവറിലാണ്, നെഗറ്റീവ് എവിടെയാണ്? പ്യുവറിലാണ്. ഈ ഒരു ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, CuSO4 ആണ്, കാരണം നമ്മൾ കോപ്പറാണ്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ വൈദ്യുതി വിശ്ലേഷണം വെച്ചിട്ട് നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ ആരാണ്? കോപ്പറാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് 3 പ്രോസസ്സാണ് റിഫൈനിങ്ങിൽ വരുന്നത്. ഒന്നാമത്തത് ഉരുക്കി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്, എക്സാമ്പിൾ ടിന്ന്. രണ്ടാമത്തെ വേദനത്തിലൂടെയാണ്, എക്സാമ്പിൾ സിങ്കാണ്. തേർഡ് വണ്ണാണ് വൈദ്യുതി വിശ്ലേഷണം വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ കോപ്പറിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സർക്യൂട്ട് ഞാൻ വരച്ചു. പോസിറ്റീവ് ടെർമിനലിലാണ് നമ്മൾ ആരുള്ളത്? ഇംപ്യൂർ കോപ്പർ ഉള്ളത്. നെഗറ്റീവിലാണ് പ്യുവർ കോപ്പർ ഉള്ളത്. CuSO4 നമ്മൾ ഇവിടെ വയ്ക്കുന്നുണ്ട്.
ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് മുന്നേയുള്ള ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ റോസ്റ്റിങ്ങും കാൽസിനേഷനൊക്കെ ഉള്ളതിൽ നമ്മൾ ആരുണ്ടാക്കി? ഓക്സൈഡിനെ ഉണ്ടാക്കിയില്ലേ? ആ ഓക്സൈഡിനെ നമ്മൾ റിഡക്ഷന് വിധേയമാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റിഡക്ഷന് വിധേയമാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഒന്നെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. ഒന്ന് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഈ കഷ്ടകാലത്തിന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതിയിരിക്കണം. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹെമറ്റൈറ്റ് ആരുടെ ഓറായിരുന്നു? അയണിൻ്റെ ഓറായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പ്യുവർ അയണിനെ ഓറിൽ നിന്നും വേർതിരിക്കാമെന്നാണ് പഠിക്കുന്നത്. അതിലൊന്നാമത്തെ നമ്മുടെ പ്രോസസ്സാണ് വാഷിങ്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ അവിടെ നമുക്ക് കളയാൻ പറ്റും. രണ്ടാമത് നമുക്കറിയാം അയണിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, കാന്തിക സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് കാന്തിക പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്യൂരിറ്റീനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെയുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് ഓറിലുണ്ട്. ദെൻ തേർഡ് വണ്ണാണ് റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിംഗ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ റോസ്റ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ഇനി കടക്കാൻ പോകുന്നത്. നമ്മളൊരു ബ്ലാസ്റ്റ് ഫർണസ് എടുത്തു. ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന നല്ല തീൻ്റെ ചൂളയാണ്, നല്ല തീയുള്ള ഒരു ചൂളയാണ്. അപ്പോൾ എന്തുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ളത് ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നല്ല ബ്ലാസ്റ്റായിട്ട് അവിടെ എയർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ബ്ലാസ്റ്റ് ഫർണസ്. നല്ല ചൂടുള്ള കാറ്റ് നല്ല ബ്ലാസ്റ്റായിട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തീച്ചൂളയാണ്. അടിയിലേക്ക് വരുംതോറും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് കൂടുന്നുണ്ട്? ചൂടിൻ്റെ അളവ് കൂടുന്നുണ്ട്. ആദ്യം 1070 കെൽവിനാണെങ്കിൽ താഴെ എത്രയാ? 2170 കെൽവിനാണ്. നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. ഒരു 100ൻ്റെ വ്യത്യാസം ഇവിടെ ഉണ്ട്. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ആരെയൊക്കെ ഇട്ടു? നമ്മുടെ റോസ്റ്റിങ്ങിന് വിധേയമാവാൻ പോകുന്ന നമ്മുടെ ഓറിനെ ഇട്ടു. അത് വാഷിങ്ങും മാഗ്നറ്റിക് സെപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കോക്ക് ഇട്ടു. പിന്നെ നമ്മൾ ആരെ ഇട്ടു? ലൈം ഇട്ടു. ഈ 3 കേട്ടോ, ഓറ്, കോക്ക്, ലൈം. അങ്ങനെ നമ്മുടെ ഇട്ട വസ്തുക്കളിലെ ആ കാർബൺ ആരുമായി റിയാക്ട് ചെയ്തു? ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് നമുക്ക് ആരെ തന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നു. ഓക്കെ അല്ലേ? ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ കാർബണുമായി നല്ല ചൂടിൽ ഇവിടെ റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഇട്ടതിൻ്റെ പശ്ചാത്തലത്തിലാട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് ആരെ കിട്ടി? കാർബൺ മോണോക്സൈഡിനെ നമുക്ക് കിട്ടി. കാർബൺ മോണോക്സൈഡിനെ കിട്ടി. പിന്നെ നമ്മുടെ ഓറ്, ആ ഓറാണ് ആര്? അല്ലെങ്കിൽ നമ്മുടെ എമറ്റൈറ്റ് ആണ് Fe2O3. ആ Fe2O3യുമായി ആര് റിയാക്ട് ചെയ്യും? ഈ CO റിയാക്ട് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഈ CO തന്നെയാണ് ഈ CO. അങ്ങനെ നമുക്കൊരു പ്യുവറായിട്ടുള്ള അയണിനെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇട്ട ലൈം CaCO3യിൽ നിന്നും വിഘടിച്ച് നമുക്ക് എന്തൊക്കെ കിട്ടും? CaOയും കിട്ടും, CaO2 കിട്ടും. അതിലെ ആ CaO ആരുമായി റിയാക്ട് ചെയ്യും? SiO2 ആയി റിയാക്ട് ചെയ്യും. ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷനിൽ ഈ CaOനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലക്സ്. COനെ പറയുന്ന പേരെന്താണ്? ഫ്ലക്സ് എന്നാണ്. ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ്. ഇനി SiO2 എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഗ്യാങ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റി. അങ്ങനെ ഫ്ലക്സ് എന്നുള്ള CaOയും ഗ്യാങ് എന്നുള്ള SiO2 റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന പേരാണ് CaSiO3. അതിൻ്റെ പേരാണ് സ്ലാഗ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ അയണിൽ 4% കാർബണും പിന്നെ ചില വസ്തുക്കളും ഉണ്ടാവും. അങ്ങനെയുള്ള ആ അയണിൻ്റെ പേരാണ് പിഗ് അയൺ. മലയാളത്തിലും ഇത് തന്നെ പറയാം, പിഗ് അയൺ. സോ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്യുവറായിട്ടുള്ള അയണിനെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം അയണിൻ്റെ അയിര് ആരാണ്? എമറ്റൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ എമറ്റൈറ്റിനെ ആദ്യമായി വാഷിങ്ങിന് വിധേയമാക്കി, പിന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ വിധേയമാക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ റോസ്റ്റിങ്ങിലേക്ക് കടന്നു. നമ്മൾ എന്തിട്ടു? ബ്ലാസ്റ്റ് ഫർണസിൽ കോക്കിട്ടു, ലൈം ഇട്ടു, ഓറിട്ടു. ബ്ലാസ്റ്റ് ഫർണസ് പറഞ്ഞാൽ ബ്ലാസ്റ്റായിട്ട് എയർ കൊടുക്കുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസ്. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കാർബൺ ഓക്സൈഡുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ എന്ത് ചെയ്തു? കാർബണുമായി റിയാക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് വേണം? CaO വേണം, ഐ മീൻ CO വേണം. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം ഉണ്ടാവുന്നതും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുമായി റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ കാർബൺ മോണോക്സൈഡ് നമ്മുടെ എമറ്റൈറ്റുമായി റിയാക്ട് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? ഒരു അയൺ കിട്ടുന്നു. ഇനി നമ്മുടെ ലൈം CaCO3 വിഘടിച്ചിട്ട് CaOയും കിട്ടുന്നു, CaO2 കിട്ടുന്നു, CO2 കിട്ടുന്നു. അതിൽ ആ CaO നമ്മുടെ ഫ്ലെക്സ് ആണ്, നമ്മുടെ SiO2 എന്ന് പറയുന്നത് ഗ്യാങ് ആണ്, നല്ല ഇമ്പ്യൂരിറ്റിയാണ് നമ്മുടെ. അത് രണ്ടും റിയാക്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പേരാണ് സ്ലാഗ്. ഈ പ്രോസസ്സിൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു അയണിൽ 4% കാർബൺ ഉണ്ടാവും, പിന്നെ ചില വേറെ വസ്തുക്കളുണ്ടാവും. അങ്ങനെയുള്ള അയണിൻ്റെ പേരാണ് പിഗ് അയൺ. അത് ഓർത്ത് വയ്ക്കുക, പിഗ് അയൺ. ഇതാണ് നമ്മുടെ അയണിൻ്റെ സെപ്പറേഷനിൽ പറയുന്ന ചില പ്രധാന ഘടകങ്ങൾ. സോ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് എന്താണ് അലോയ്. അപ്പോൾ അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസുകൾ സ്റ്റീലുമായി കൂടിച്ചേരുമ്പോൾ എന്താണ് ഉണ്ടാവുക? അലോയ് ഉണ്ടാവുന്നു. അതിന് എക്സാമ്പിളായിട്ട് ഒരു കോൾ അവിടെ പറയുന്നുണ്ട്. ആ കോളത്തിൽ 2 പേരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് അൽനിക്കോ, ഒരു അലോയ്ക്ക് എക്സാമ്പിളാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കബാൾട്ട് ഉണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുക? പെർമനൻറ്റ് മാഗ്നറ്റ്സുകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് അലോയാണ് പെർമനൻറ്റ് മാഗ്നറ്റുകൾ, കാന്തങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക? രണ്ടാമത്തതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൽ അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്. അത് യൂസ് ചെയ്യുന്നത് പാത്രങ്ങൾ ഉണ്ടാക്കാനാണ് കേട്ടോ, പാത്രങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളുകൾ എന്തായാലും പഠിക്കണം. എന്താണ് അലോയ് എന്ന് ചോദിച്ചാൽ മെറ്റലുകൾ സ്റ്റീലുമായി കൂടിച്ചേരുമ്പോൾ, മെറ്റൽസ് കമ്പൈൻസ് വിത്ത് സ്റ്റീൽ ടു ഫോം അലോയ് എന്നാണ് പറയുക. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്യുവറായിട്ടുള്ള അലൂമിനിയം നമ്മൾ ഉണ്ടാക്കുക എന്നാണ്. അതിനാദ്യമായിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് എടുത്തു. ആ ബോക്സൈറ്റിനെ നമ്മൾ ലീച്ചിങ്ങിന് വിധേയമാക്കി. അപ്പോൾ ലീച്ചിങ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കെമിക്കൽ വെച്ചിട്ടൊരു കെമിക്കൽ റിയാക്ഷനെ അണ്ടർഗോ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ആളാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും നമ്മുടെ അയിരായിട്ടുള്ള ബോക്സൈറ്റും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാകുന്നു. ആ സോഡിയം അലൂമിനേറ്റിലേക്ക് ഞാൻ കുറേ ആരെ ഒഴിച്ചു കൊടുത്തു? വാട്ടറിനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വാട്ടറിനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആളെ പേരാണ് അലൂമിന. ആരാണ്? അലൂമിന. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അലൂമിനയിൽ നിന്ന് നമുക്ക് അലൂമിനിയം ഉണ്ടാക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന. എന്ത് കിട്ടാൻ? അലൂമിനിയം കിട്ടാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള Al2O3 എന്നുള്ള അലൂമിനയിലേക്ക് ആരെ ഒഴിച്ചു കൊടുക്കും? ക്രയോലൈറ്റിനെ ആഡ് ചെയ്യും. ക്രയോലൈറ്റിനെ ആഡ് ചെയ്യും. ഈ ക്രയോലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്രയോലൈറ്റ് എന്ത് കൂട്ടും? ക്രയോലൈറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടും. കറണ്ട് കടത്തിവിടാനുള്ള ആ ശേഷി അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അപ്പം നമ്മളുടെ അലൂമിനിയമാക്കുന്നത് ഇലക്ട്രോലൈസിസ് വഴിയാണ്. നമ്മൾ ആരെ ആഡ് ചെയ്യും? ക്രയോലൈറ്റിനെ ആഡ് ചെയ്യും. ക്രയോലൈറ്റ് എന്ത് ചെയ്യും? അവ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ്
ഈ Al2O3യെ നമുക്ക് Al3+ ആയിട്ട് മാറ്റാൻ പറ്റും. ആ Al3+ നമുക്ക് 3 ഇലക്ട്രോൺ കളഞ്ഞിട്ട് നമുക്ക് പ്യുവറായിട്ടുള്ള അലൂമിനിയം മെറ്റൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം. ആദ്യം കോൺസെൻട്രേഷൻ്റെ ഭാഗമായി നമ്മൾ ലീച്ചിങ്ങിലേക്ക് പോകും. ലീച്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്യൂട്ടബിൾ കെമിക്കൽ വെച്ചിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ്. നമ്മുടെ ബോക്സൈറ്റിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് സോഡിയം അലൂമിനേറ്റ് കിട്ടും. സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ ആരെ ഒഴിച്ചു കൊടുക്കും? വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആളെ പേരാണ് അലൂമിന. ആ അലൂമിനിയം നമുക്ക് അലൂമിനിയം ആക്കണം. അതിന് നമ്മൾ എന്തു അണ്ടർഗോ ചെയ്യും? ഇലക്ട്രോളൈസിസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോളൈസിസിന് വിധേയമാവും. അങ്ങനെ നമ്മൾ ആരെ ആഡ് ചെയ്യും? ക്രയോലൈറ്റിനെ ആഡ് ചെയ്യും. ക്രയോലൈറ്റ് എന്ത് കൂട്ടും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടും. അങ്ങനെ നമുക്ക് Al2O3 റിയാക്ഷൻ എന്തായാലും എഴുതി വെക്കണം. Al2O3 എന്താവും? Al3+ ആവും. അതിൽ 3 ഇലക്ട്രോൺ കളഞ്ഞാൽ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള അലൂമിനിയം കിട്ടും.